ഹലോ എവറി വൺ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ റാങ്ക് മേക്കിംഗ് സീരീസിലെ 8ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ റാങ്ക് മേക്കിംഗ് സീരീസിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണെങ്കിലും KS പോലെയുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾക്കാണെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളെ നമ്മൾ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അവയ്ക്ക് ഒരു വിശദീകരണം തരിക എന്നതാണ് നമ്മൾ റാങ്ക് മേക്കിംഗ് സീരീസിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ സീരീസിലെ 8ാമത്തെ ക്ലാസ്സാണിത്. നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ പരിഗണിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറയുന്ന ഗവർണർമാരും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ പാസ്സാക്കുന്ന ബില്ലുകളും തമ്മിലുള്ള ഒരു റിലേഷനും ആ റിലേഷൻഷിപ്പിന്റെ ഉള്ളിലേക്ക് സുപ്രീം കോടതി തങ്ങളുടേതായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് നൽകുക എന്ന ഒരു അധികാരം ആർട്ടിക്കിൾ 142 പ്രകാരം ഇടപെടുകയും അതിനെ തുടർന്ന് നടന്നിട്ടുള്ള പുതിയതായിട്ട് വന്ന ചില മാറ്റങ്ങളും ഇവയെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചകളിൽ വരികയാണ്. നമ്മളുടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ തലങ്ങളിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഭാഗങ്ങളുടെ ഇടയിൽ നടക്കുന്ന ചില പവർ ഒരു പവർ ഗ്രാബിംഗ് എന്ന് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ചിലർ പറയുന്നത് കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കൽ എന്നാണ്. എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും ദീർഘകാലമായിട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും തമ്മിൽ നടക്കുന്ന ഒരു ടസിൽ അതിന്റെ മറ്റൊരു തലം ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൽ എന്തെല്ലാമാണ് നമ്മൾ നോക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുകളുണ്ട്. ആർട്ടിക്കിൾ 111 ഉണ്ട്, ആർട്ടിക്കിൾ 200 ഉണ്ട്, ആർട്ടിക്കിൾ 201 ഉണ്ട്, ആർട്ടിക്കിൾ 142 ഉണ്ട്. ഇവയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ ന്യൂസുകളിൽ നിറയുന്ന സമയത്ത് നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് എന്തെല്ലാം, ഈ കാര്യങ്ങൾ ചോദ്യങ്ങളായി എങ്ങനെയെല്ലാം വരാം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി സുപ്രീം കോടതി എന്ത് ചെയ്യുകയാണ്? അവസാനം ഗവർണർമാർ ബില്ലുകൾ എത്ര കാലം കയ്യിൽ വെക്കാം, എത്ര കാലം നമുക്ക് പ്രസിഡന്റിന് റിസർവ് ചെയ്യാനായിട്ട് സമയം ഉപയോഗിക്കാം, ഒരു ബില്ല് അതുപോലെ തന്നെ തിരിച്ചയക്കുകയാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുണ്ടെങ്കിൽ ആ ബില്ല് വീണ്ടും പ്രസിഡന്റിലേക്ക് ഒരു റിസർവ് ചെയ്ത് വെക്കാൻ സാധിക്കുമോ? ഇത്തരം കാര്യങ്ങളിലെല്ലാം സുപ്രീം കോടതി ഇടപെട്ട് ചില ടൈം ലൈനുകൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അബ്സല്യൂട്ട് വീറ്റോ പവറും അതുപോലെ തന്നെ പോക്കറ്റ് വീറ്റോ പവറും ഭരണഘടന ഗവർണർക്ക് കൊടുക്കുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണവും മുന്നോട്ട് വയ്ക്കുകയാണ്, സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ എന്തെല്ലാമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വീറ്റോ പവർ കൃത്യമായി ഒന്ന് മനസ്സിലാക്കണം. ഗവർണറുടെ വീറ്റോ പവർ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വീറ്റോ പവറുകളുടെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇടപെട്ടിട്ട് എന്തിനെല്ലാമാണ് ടൈം ലൈനുകൾ വെച്ചിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവയെല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തിലേക്ക് കടക്കാം? 8ാമത്തെ നമ്മുടെ റാങ്ക് മേക്കിംഗ് സീരീസ് ഗവർണർമാരും സ്റ്റേറ്റിന്റെ ബില്ലുകളും എന്ന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് റാങ്ക് മേക്കിംഗ് സീരീസിലെ 8ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഇന്നത്തെ ചർച്ചയ്ക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. എന്താണ് 8ാമത്തെ ക്ലാസ്? ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു അല്ലെ, ഗവർണർമാര്, സ്റ്റേറ്റിന്റെ ബില്ലുകള്, ഇത് തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു റിലേഷൻ ഇതുവരേക്കും ഉണ്ടായിരുന്നില്ല, നിലവിലും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഗവർണർമാരുടേതായിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാനങ്ങളുടെ ബില്ലുകളിൽ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത് എന്ന് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗവർണർമാർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജന്റുകളായിട്ട് പ്രവർത്തിക്കുന്നത് കാരണം തന്നെ ഗവർണർമാർ പലപ്പോഴും സംസ്ഥാനങ്ങളും സെൻട്രലും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഒരു ഇടനിലക്കാരായിട്ട് പലപ്പോഴും മാറാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു തലത്തിൽ സ്റ്റേറ്റിലെ പല ബില്ലുകളും തുടർച്ചയായി വൈകുന്നുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി എന്ത് ചെയ്യുകയാണ്? ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയാണ്. ആ മാറ്റങ്ങൾ, സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുള്ള ആ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് അറിയുന്നതിന് വേണ്ടി ശ്രമിക്കാം. കൃത്യമായിട്ടത് ചെയ്യുക. ഇനി വരാൻ പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KAS പോലെയുള്ള എക്സാമുകൾക്ക്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമുകൾക്ക് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഓർക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വീറ്റോ പവറിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് വീറ്റോ പവർ? നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ക്ലാസ്സുകളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് തന്നെ അല്ലെ. വീറ്റോ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, ചില അധികാരങ്ങളാണ്. എന്താണ് അധികാരം? ഒരു ഡിസിഷൻ വരികയാണ് അല്ലെ, ആ ഡിസിഷനെ എതിർക്കുന്നതിന്, തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അധികാരമാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഉണ്ട്,
ലെജിസ്ലേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ജുഡീഷ്യറിയും ഉണ്ട് അല്ലെ. ഇങ്ങനെ 3 പില്ലറുകളിലായിട്ടാണ് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ എന്ന് പറഞ്ഞാൽ ഭരണം മുഴുവനായിട്ട് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലൊരു പൊളിറ്റി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കറിയാം കൃത്യമായിട്ട് അല്ലെ. അപ്പോൾ ഇതില് ഈ ഒരു കാര്യം നോക്കുന്ന സമയത്ത് വീറ്റോ പവർ 2 തലങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഒന്ന് പ്രസിഡന്റിന്റെ വീറ്റോ പവർ ആണ്, മറ്റൊന്ന് ഗവർണറുടെ വീറ്റോ പവർ ആണ്. പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ, പാർലമെന്റ് ലെജിസ്ലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അധികാരം അത് അവസാനം എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രസിഡന്റിന്റെ അസെന്റ് ലഭിക്കേണ്ടതുണ്ട്, പ്രസിഡന്റിന് അനുമതി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രസിഡന്റിന് എന്തിനുള്ള അധികാരമുണ്ട്, വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ഒരു പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രസിഡന്റിന് വീറ്റോ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഗവർണർക്ക് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ, സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ചില നിയമങ്ങൾ വീറ്റോ ചെയ്യാൻ ഗവർണർക്ക് അധികാരങ്ങളുണ്ട്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്, പ്രസിഡന്റ് ഒരു ഡിസിഷൻ എടുക്കുന്നു എന്ന് പറയുമ്പോഴും ഗവർണർ ഒരു ഡിസിഷൻ എടുക്കുന്നു എന്ന് പറയുന്ന സമയത്തും അടിസ്ഥാനപരമായിട്ട് അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഡിസിഷൻ ആണ്. പ്രസിഡന്റിനാണ് എന്നുണ്ടെങ്കിലും ഗവർണർക്കാണെന്നുണ്ടെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഡിസിഷൻസ് അല്ല, അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് മന്ത്രിസഭയുടെ തീരുമാനങ്ങളാണ് ഇവർ രണ്ടുപേരും നടപ്പിലാക്കുന്നത്, ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ. പ്രസിഡന്റിന് ഈ ഒരു കാര്യം നോക്കുന്ന സമയത്ത് വളരെയധികം ചുരുങ്ങിയ അധികാരങ്ങളാണുള്ളത്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുക്കുന്ന തീരുമാനം മാത്രമേ പ്രസിഡന്റിൻ്റെതായിട്ടുള്ളൂ. തൂക്ക് മന്ത്രിസഭ വരുമ്പോഴും ഒരു പ്രൈം മിനിസ്റ്റർ പെട്ടെന്ന് മരണപ്പെടുകയോ മറ്റോ ചെയ്യുമ്പോൾ ഒരു പ്രൈം മിനിസ്റ്ററെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ വളരെ കുറച്ച് ഡിസ്ക്രിഷണറി ആയിട്ടുള്ള അധികാരങ്ങൾ മാത്രമാണ് പ്രസിഡന്റിനുള്ളത്. പക്ഷെ ഗവർണർക്ക് അതിനേക്കാളും കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിട്ടല്ലാത്ത ചില അധികാരങ്ങളുണ്ട്. അതായത് ഗവർണറെ കുറിച്ച് പറയുന്ന സമയത്ത് ഗവർണർക്ക് ഡിസ്ക്രിഷണറി ആയിട്ട് അധികാരങ്ങൾ എടുക്കാം, ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ചില അധികാരങ്ങളുണ്ട് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. അതായത് വീറ്റോ പവർ വരുന്ന സമയത്തും ഗവർണറുടേതായിട്ടുള്ള അധികാരങ്ങൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഗവർണർ ഒരു തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്ന സമയത്തും ഗവർണർക്ക് ശരിയെന്ന് തോന്നുന്ന, ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് തീരുമാനമെടുക്കാം എന്ന തലത്തിലാണ് ഭരണഘടന എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇതിന്റെ ഉള്ളിലേക്കാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പുതിയ രീതിയിലുള്ള നിരീക്ഷണം ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആകുന്നതും. നോക്കൂ, നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 ആർട്ടിക്കിൾ, ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് 3 ആർട്ടിക്കിളുകൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആർട്ടിക്കിൾ 111 പ്രസിഡന്റിന്റെ വീറ്റോ അധികാരം, അല്ലെങ്കിൽ പ്രസിഡന്റും വിവിധങ്ങളായിട്ടുള്ള ബില്ലുകളും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് ആർട്ടിക്കിൾ 111. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ വീറ്റോ പവറിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നു. പ്രസിഡന്റിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. ഒരു ബില്ല് പാസ്സായി വരുമ്പോൾ പ്രസിഡന്റിന് അതിന് മുകളിൽ എന്തെല്ലാം നടപടികൾ എടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 111. ഇതിന് തത്തുല്യമായിട്ടുള്ള ഗവർണറുടേതായിട്ടുള്ള ബില്ലിന് മുകളിലുള്ള അധികാരങ്ങളാണ് ആർട്ടിക്കിൾ 200 പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആർട്ടിക്കിൾ 200 ഗവർണർക്ക് ഒരു ബില്ലിന് മുകളിൽ എന്തെല്ലാം ചെയ്യാം, അനുമതി കൊടുക്കാമോ, പറ്റില്ല എന്ന് വെച്ചിട്ട് വിത്ത്ഹോൾഡ് ചെയ്യാമോ, അതോ അത് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നു. 200 ഒരു അധികാരം കൂടി വരുന്നുണ്ട്. സാധാരണഗതിയിൽ പ്രസിഡന്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പ്രസിഡന്റ് ഒന്നില്ലെങ്കിൽ ബില്ല് അംഗീകരിക്കും, അല്ലെങ്കിൽ ആ ബില്ല് വിത്ത്ഹോൾഡ് ചെയ്ത് അത് അവിടെ അവസാനിക്കും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും, പ്രസിഡന്റ് അത് റിട്ടേൺ ചെയ്യും അല്ലെ, പാർലമെന്റിലേക്ക് റിട്ടേൺ ചെയ്യും, ഒന്നുകൂടി നിങ്ങൾ പരിഗണിക്കുന്നത് റിട്ടേൺ ചെയ്യും. ഗവർണർക്കും ഇതുപോലെ 3 അധികാരങ്ങളുമുണ്ട്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഗവർണർക്ക് ഒരു ബില്ല് റിസർവ് ചെയ്യാം. ആരുടെ പരിഗണനയ്ക്ക്? പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വേണ്ടി റിസർവ് ചെയ്യാം. ഗവർണർക്ക് ഇങ്ങനത്തെ 4ാമത്തെ ഒരു അധികാരം കൂടി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബില്ല് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റിന് പിന്നെ അതിന് മുകളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 201. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ 111 നമുക്കറിയാവുന്ന പ്രസിഡന്റിന്റെ വീറ്റോ അധികാരങ്ങളാണ്. ഒരു ബില്ലിന് മുകളിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള പറയുന്ന ആർട്ടിക്കിൾ 111. ആർട്ടിക്കിൾ 200 എന്ന് പറയുന്ന ഗവർണർക്ക് ഇതുപോലെ ബില്ലുകളുടെ മുകളിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന കാര്യമാണ്. അതിൽ പ്രസിഡന്റിന് ചെയ്യാൻ പറ്റുന്ന 3 അതേ നടപടികൾ ഗവർണർക്കും ചെയ്യാം. അതിനു പുറമെ ഗവർണർക്ക് എന്ത് ചെയ്യാം, സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ഒരു ബില്ല് പ്രസിഡന്റിന്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ റിസർവ് ചെയ്ത് പ്രസിഡന്റിനോട് പരിഗണിക്കാൻ പറയാം. കാരണം അതിൽ ചിലപ്പോൾ ഗവർണർക്ക് തോന്നുകയാണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട, ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട, ഫെഡറലിസം സംബന്ധിച്ച, ഭരണഘടനയുമായി സംബന്ധിച്ച ചില ഒരു പ്രത്യേകതയാർന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം അതിലുണ്ട്, അതിൽ തീരുമാനം ഫൈനലി എടുക്കുന്നതിന് മുമ്പ് പ്രസിഡന്റിന്റെ അനുമതി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം, ഈ ബില്ല് പ്രസിഡന്റിന് വേണ്ടി റിസർവ് ചെയ്യാം. അപ്പോൾ ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് ഈ അംഗീകരിക്കുക, വേണ്ടെന്ന് വെപ്പിക്കുക, സംസ്ഥാന നിയമസഭയിലേക്ക് ഈ ബില്ല് റിട്ടേൺ ചെയ്യുക എന്നതിന് പുറമെ
പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വേണ്ടി റിസർവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് കൂടി ഗവർണർക്ക് ഇവിടെ സ്വന്തമായിട്ടുണ്ട് ആർട്ടിക്കിൾ 200 പ്രകാരം. ഇങ്ങനെ റിസർവ് ചെയ്യുമ്പോൾ പിന്നീട് പ്രസിഡന്റ് എന്തൊക്കെ ചെയ്യാം, ആ ഗവർണർ റിസർവ് ചെയ്ത ബില്ലിന്റെ മുകളിൽ പ്രസിഡന്റിന് എന്തൊക്കെ ചെയ്യാം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 201 തൊട്ടടുത്ത ആർട്ടിക്കിളിലാണ് എന്ന് കൂടി ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിളുകളും എന്തെല്ലാമാണ് എന്ന് മനസ്സിലായല്ലോ. 201 നിങ്ങൾക്ക് മനസ്സിലാക്കി. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ നിലവിൽ സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ആർട്ടിക്കിൾ 142 കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ആർട്ടിക്കിൾ 142? സുപ്രീം കോടതിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെടുത്തി കംപ്ലീറ്റ് ജസ്റ്റിസ്, പരിപൂർണമായി നീതി നടപ്പിലാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് നേരിട്ട് ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, ഇടപെടാനായിട്ട് സാധിക്കും. അതായത് ഒരു പരാതി വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എന്ത് ചെയ്യുകയാണ്, ഒരാൾ ആവശ്യപ്പെട്ടിട്ട് തന്നെ ഒരു കാര്യം നടപ്പിലാക്കണമെന്നില്ല, സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടാം. എന്തിനു വേണ്ടിയിട്ടാണ്? പരിപൂർണമായ നീതി, കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ സുപ്രീം കോടതിക്ക് ഒരു അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 140. ഇത് വളരെ റെയർ ആയിട്ട് സുപ്രീം കോടതി ഉപയോഗിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്, വളരെ റെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ. എന്തുകൊണ്ടാണ് വളരെ റെയർ ആയിട്ട്? കാരണം ഇതൊരു ഓവർ റീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സാധാരണഗതിയിൽ എപ്പോഴും പാർലമെന്റ് ആണ് ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമം നാട്ടിൽ നടപ്പിലാക്കേണ്ടത്. എന്നാൽ പാർലമെന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തലത്തിൽ, അത് പ്രസിഡന്റ് ആകാം അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആകാം, ഇത് തന്നെ ഗവർണറും സ്റ്റേറ്റിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആകാം, ഇങ്ങനെ ഇവരെല്ലാം ചെയ്യേണ്ടതായിട്ടുള്ള, പാർലമെന്റോ എക്സിക്യൂട്ടീവോ ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയം ഇവർ കൃത്യമായി ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, പരിപൂർണമായിട്ടുള്ള നീതി നടപ്പിലാക്കപ്പെടുന്നില്ല എന്ന് തോന്നിയാൽ അത് നടപ്പിലാക്കാൻ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സുപ്രീം കോടതിയുടേതായിട്ടുള്ള രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കാം എന്ന തലത്തിൽ എന്ത് ചെയ്യുകയാണ്, പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 140. അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യുകയാണ്, ഈ രണ്ട് വിഭാഗങ്ങൾ, ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ജുഡീഷ്യറി എന്ത് ചെയ്യുകയാണ്, ഇടപെടൽ നടത്തുകയാണ്. അതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സംഭവമാണ്. അതാണ് ആർട്ടിക്കിൾ 142. ആ അധികാരമാണ് സുപ്രീം കോടതിക്ക് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അധികാരം കൊടുക്കുന്നത്? കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ആർട്ടിക്കിളുകൾ എല്ലാം എന്താണ് എന്നും അതിൻ്റെ സ്വഭാവം എന്താണ് എന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എങ്ങോട്ട് കടക്കാം? നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്കായിട്ട് കടക്കാം. ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് വീറ്റോ പവർ ഓഫ് ദ പ്രസിഡന്റ് ആണ്. നോക്കൂ, വീറ്റോ പവർ ഓഫ് ദ പ്രസിഡന്റ്, വീറ്റോ പവർ ഓഫ് ദ ഗവർണർ എന്നിവ കണ്ട ശേഷം നമ്മൾ സുപ്രീം കോടതി എന്താണ് ഇവിടെ നമ്മളോട് പറഞ്ഞത് ലേറ്റസ്റ്റ് ആയിട്ട് എന്നുകൂടി നമ്മൾ കാണുന്നതായിരിക്കും. അതോടുകൂടി നമ്മൾ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? കാരണം അത് പറയണമെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ ഉണ്ടാവണം. കാരണം ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം. സുപ്രീം കോടതി എന്തൊക്കെ പറഞ്ഞു എന്ന് തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് വീറ്റോ പവറിനെ കുറിച്ച് ആയതുകൊണ്ട് തന്നെ വീറ്റോ പവറിൻ്റെതായിട്ടുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാം, എക്സാമിൽ വരാം. അതുകൊണ്ട് അവയും കൂടി പഠിച്ച് വേണം നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. നോക്കൂ, പ്രസിഡന്റിന്റെ വീറ്റോ പവറിൽ എന്താണ്? ആർട്ടിക്കിൾ 111 അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രസിഡന്റ് ചെയ്യാൻ പറ്റുക? ഒന്നില്ലെങ്കിൽ ബില്ലിന് അനുമതി കൊടുക്കാം, അല്ലെങ്കിൽ ബില്ല് എന്ത് ചെയ്യാം, നിരസിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നില്ലെങ്കിൽ അനുമതി കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? ബില്ല് എന്ത് ചെയ്യാൻ പറ്റും? അത് ബില്ല് വേണമെങ്കിൽ അസെൻഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് വിത്ത്ഹോൾഡ് ചെയ്യാം. വിത്ത്ഹോൾഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? അതോടുകൂടി ആ ബില്ല് ഇല്ലാതാവുകയാണ്, ബില്ല് തീർന്നു. പിന്നെ ബില്ലിന് എന്താണ്? ബില്ല് അതോടുകൂടി ഇല്ലാണ്ടാവുന്നു, ബില്ലിന്റെ ലൈഫ് കഴിഞ്ഞു, ഇനി ആ ബില്ലില്ല, അത് തള്ളി, വിത്ത്ഹോൾഡ് ചെയ്തു, നിരസിച്ചു. പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാന്ന് വെച്ചാൽ എന്താണ്? അതെന്ത് ചെയ്യണം? അത് റിട്ടേൺ ചെയ്യാം. അതെന്ത് ചെയ്യാം? അത് ആ ബില്ല് റിട്ടേൺ ചെയ്യാം വിത്ത് എ മെസ്സേജ്. നോക്കൂ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബില്ലിൽ ഇന്ന പോലെ ഒരു മാറ്റം വരുത്തണം എന്ന് വെച്ചൊരു മെസ്സേജോട് കൂടിയിട്ട് ആ ബില്ല് റിട്ടേൺ ചെയ്യാം. എന്താണെങ്കിൽ പറ്റില്ല? മണി ബില്ലാണെങ്കിൽ അങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല? അത് പാസ്സായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് പ്രസിഡന്റ് അംഗീകരിച്ചിരിക്കണം. അതിൽ വേറെ ഒരു കാര്യവുമില്ല. മണി ബില്ല് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ബില്ലാണെങ്കിൽ എന്ത് ചെയ്യാം? അത് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. മണി ബില്ലും എന്ത് ചെയ്യാൻ പറ്റില്ല? റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല. മണി ബില്ല് വേണമെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യുകയോ അസെൻഡ് ചെയ്യുകയോ ചെയ്യാം, റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വീറ്റോ പവർ ഓഫ് ദ പ്രസിഡന്റ് അനുമതി കൊടുക്കാം, അല്ലെങ്കിൽ ആ ബില്ല് നിരസിക്കാം, അല്ലെങ്കിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് തിരിച്ചയക്കാം. ഇനി പാർലമെന്റ് ആ ബില്ല് വീണ്ടും പാസ്സാക്കിയാൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം?
പ്രസിഡന്റ് പിന്നെ അനുമതി നിർബന്ധമായും കൊടുത്തിരിക്കണം. എന്തായാലും അത് എന്ത് ചെയ്യണം? പ്രസിഡന്റ് അംഗീകരിക്കണം. അതായത് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് ഒരു ബില്ല് തിരിച്ചയക്കുന്നു, പാർലമെന്റ് അത് വീണ്ടും പ്രസിഡന്റിന് എന്ത് ചെയ്യുകയാണ്? അയക്കുകയാണ്. അത് അമെന്റ്മെന്റോട് കൂടിയാവാം, അല്ലെങ്കിൽ ഒരു അമെന്റ്മെന്റും ഇല്ലാണ്ട് അതേ ബില്ല് തന്നെ തിരിച്ചയക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പ്രസിഡന്റ് എന്ത് ചെയ്യണം? അതിന് നിർബന്ധമായിട്ടും അനുമതി കൊടുത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ 3 തലങ്ങൾ, 1, 2, 3 തലങ്ങളിലായിട്ടാണ് പ്രസിഡന്റിന്റെ വീറ്റോ പവർ കിടക്കുന്നത്. ഓക്കെ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ. ഇനി ഗവർണറുടെ ഇതിലേക്ക് വരാം. നോക്കൂ, ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിക്കിൾ 200 പ്രകാരം 4 ആൾട്ടർനേറ്റീവ് ഉണ്ട് ഗവർണർക്ക്. അതായത് സംസ്ഥാനത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, സംസ്ഥാന നിയമസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു ബില്ല് പാസ്സാക്കി ഗവർണർക്ക് അയക്കുന്നു. ഒന്നാമത്തേത് എന്താണ്? അസെന്റ് കൊടുക്കാം, അംഗീകരിക്കാം. രണ്ടാമത്തേത് എന്താണ്? വിത്ത്ഹോൾഡ് ചെയ്യാം, അതോടുകൂടി ബില്ല് ഇല്ലാണ്ടാകുന്നു. മൂന്നാമത്തേത് എന്താണ്? റിട്ടേൺ ചെയ്യാം. എങ്ങിട്ട് റിട്ടേൺ ചെയ്യാം? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തന്നെ തിരിച്ചയക്കാം. റിട്ടേൺ ചെയ്യാം വിത്ത് എ മെസ്സേജ്, നോക്കൂ നിങ്ങൾ ഇന്ന മാറ്റം വരുത്തണം എന്നുകൊണ്ട് റിട്ടേൺ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ അറിയോ നിങ്ങൾക്ക്? 4ാമത്തെ കാര്യം, ഗവർണർക്ക് ഈ ബില്ല്, സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് വെക്കാം. അതായത് അത് റിസർവ് ചെയ്യാം. ആർക്കാണത് റിസർവ് ചെയ്യുന്നത്? പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വേണ്ടി അത് റിസർവ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പൊ ഇങ്ങനെ 4ാമത്തെ ഒരു സ്റ്റെപ്പ് ഗവർണർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ആർട്ടിക്കിൾ 201 വരികയാണ്. ആർട്ടിക്കിൾ 200 ഈ 4 എന്താ പറയുക, രീതികളെ കുറിച്ച് പറയുകയാണ്. പ്രസിഡന്റിന് വേണ്ടി ഇത് റിസർവ് ചെയ്താൽ ആർട്ടിക്കിൾ 201 എന്തൊക്കെ പറയുന്നുണ്ട്? പ്രസിഡന്റ് മേ അസെന്റ് ദ ബിൽ, വേണമെങ്കിൽ ആ ബിൽ അംഗീകരിക്കാം. പ്രസിഡന്റ് മേ വിത്ത്ഹോൾഡ് ദ ബിൽ, അത് എന്ത് ചെയ്യാം? തള്ളാം. പ്രസിഡന്റ് മേ റിട്ടേൺ ദ ബിൽ. മനസ്സിലാവുന്നുണ്ടോ? ബില്ല് എന്ത് ചെയ്യും? ചിലപ്പോൾ റിട്ടേൺ ചെയ്യും, ഗവർണറുടെ അടുത്തേക്ക് എന്ത് ചെയ്യും? തിരിച്ചയക്കും. നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയച്ചോളൂ, അതിൽ മാറ്റങ്ങൾ വേണം എന്ന് പറയും. എന്നിട്ട് ബട്ട് ഈഫ് റിട്ടേൺ ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പ്രസിഡന്റ് ഈസ് നോട്ട് ബൗണ്ട് ടു ഗീവ് ഹിസ് അസെന്റ്. അതായത് എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ടിരുന്നു, പ്രസിഡന്റിന് പാർലമെന്റ് എന്ത് ചെയ്യുകയാണ്? പാർലമെന്റ് ഇത് പ്രസിഡന്റ്, ഓക്കെ, ഇത് പ്രസിഡന്റ്, ഓക്കെ, പ്രസിഡന്റ് ഇതാണ്. പ്രസിഡന്റ് ഒരു ബില്ല് പാർലമെന്റിലേക്ക് റിട്ടേൺ ചെയ്തു. പാർലമെന്റിൽ നിന്ന് പ്രസിഡന്റിലേക്ക് ഈ ബില്ല് പിന്നെയും വന്നാൽ പ്രസിഡന്റ് ഇത് അംഗീകരിച്ചിരിക്കണം. പക്ഷെ പ്രസിഡന്റ് എന്ത് ചെയ്യുകയാണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഈ ബില്ല് എന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഇതേ ബില്ല് എന്ത് ചെയ്തു? തിരിച്ചയച്ചാൽ, പക്ഷേ പ്രസിഡന്റിന് ഇപ്പോൾ എന്താണ്? ഹി ഈസ് നോട്ട് ബോൺ ടു ഗീവ് ഹിസ് അസെന്റ്. പ്രസിഡന്റിന് നേരത്തെ പാർലമെന്റ് തിരിച്ചയച്ചാൽ അംഗീകരിച്ചിരിക്കണം എന്ന് പറയുന്നത് പോലെ പ്രസിഡന്റിന് അങ്ങനെ ഒരു എന്തില്ല, അങ്ങനെ ഒരു നിർബന്ധം ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പേരിൽ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചുരുക്കി പറഞ്ഞാൽ വീണ്ടും പാസ്സാക്കി അയച്ചാലും പ്രസിഡന്റ് അതിൽ ഒപ്പിടണമെന്നില്ല. ഇനി അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, സുപ്രീം കോടതി ഇപ്പോൾ ഇടപെട്ട ഒരു പോയിന്റ് ഇതാണ്. എന്താണ്? ദർ ഈസ് നോ ടൈം ലിമിറ്റ്. അതായത് ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി റിസർവ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചയക്കുന്നു. രാഷ്ട്രപതി ഇത്ര കാലത്തിന്റെ ഉള്ളിൽ ഇത് പാസ്സാക്കിയിരിക്കണം എന്ന് പറയുന്നില്ല ഭരണഘടന. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. RN രവി എന്ന് പറയുന്ന തമിഴ്നാടിന്റെ ഗവർണർ എന്ത് ചെയ്യുകയാണ്? 10ഓളം ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി വെക്കുന്നു. അതിലൊരു തീരുമാനം എടുക്കപ്പെടുന്നില്ല. കുറെ 2023 മുതൽ എന്ത് ചെയ്യുകയാണ്? 2020 മുതലുള്ള ബില്ലുകൾ അതിലുണ്ടെന്ന് തോന്നുന്നു. 23-ലാണ് തമിഴ്നാട് ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ഈ ബില്ലുകൾ മുഴുവൻ അവിടെ നിൽക്കലാണ്. അപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ പല ആവശ്യങ്ങളുമുള്ള ബില്ലുകളായിരിക്കാം ഇതൊക്കെ. അപ്പോൾ ടൈം ലിമിറ്റ് വെക്കാണ്ടിരുന്നപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ ഉള്ള പുതിയ ഇടപെടലിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? എല്ലാവർക്കും ടൈം ലിമിറ്റുകൾ കൊടുത്തു. ഗവർണർ എന്തെല്ലാം രീതിയിൽ എത്ര സമയത്തിനുള്ളിൽ ബില്ലുകൾ പാസ്സാക്കി കൊടുക്കണം, പ്രസിഡന്റിന് എത്രത്തോളം കാലം എന്ത് ചെയ്യാം? തീരുമാനമെടുക്കാതെ ഇരിക്കാം എന്നീ കാര്യങ്ങളിൽ സുപ്രീം കോടതി ആർട്ടിക്കിൾ 142 ഇൻവോക്ക് ചെയ്തു. ആർട്ടിക്കിൾ 142 എന്താ? നേരത്തെ പറഞ്ഞില്ലേ, സ്പെഷ്യൽ ആയിട്ടുള്ള അധികാരമാണ്. ലെജിസ്ലേച്ചറും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇടപെടാനുള്ള ആ അധികാരം സുപ്രീം കോടതി ഇവിടെ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടൈം ലൈൻ കൊടുക്കുകയാണ്. നിങ്ങൾ ഗവർണർ ആകട്ടെ പ്രസിഡന്റ് ആകട്ടെ ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ തീരുമാനം എടുത്തിരിക്കണമെന്ന് പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് അടിസ്ഥാനപരമായി സംഭവിച്ചത്? നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതി എന്ത് ചെയ്തു? ഇറ്റ് ഇൻവോക്ക് ദ ആർട്ടിക്കിൾ 142, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കാനുള്ള അധികാരം സുപ്രീം കോടതി ഉപയോഗിക്കുകയാണ്. സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാടു ആയിരുന്നു കേസ്. ഇത് ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കാലങ്ങളോളം ഈ കേസ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഈ ഒരു എന്താ പറയുക ഫെഡറൽ സ്ട്രക്ചറിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിധിന്യായമായിട്ട് ഈ കേസ് അറിയപ്പെടാൻ സാധ്യതയുണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? ഫെഡറൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താണ്? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളും തമ്മിലുള്ള ബന്ധമാണ് ഫെഡറൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിൽ എപ്പോഴും പ്രശ്നം വരുന്ന ഒരു ഭാഗമായിരുന്നു ഗവർണർമാരിലൂടെ സ്റ്റേറ്റ് ഗവൺമെന്റുകളെ നിയന്ത്രിക്കാനായിട്ട് വിവിധ കാലഘട്ടങ്ങളിൽ ഓരോരോ സെൻട്രൽ ഗവൺമെന്റുകളും ശ്രമിച്ചിരുന്നത്. അതിന്റെ മുകളിലേക്ക് ഒരു വലിയ തീരുമാനം വന്നിരിക്കുകയാണ്. എന്താണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇറ്റ് സെഡ് ദാറ്റ് there is no absolute veto or pocket veto power for the governor. ഗവർണർമാർക്ക് ഒരു അബ്സല്യൂട്ട് വീറ്റോ പവറോ പോക്കറ്റ് വീറ്റോ പവറോ ഇല്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാര്യമായിട്ട് കോടതി നിരീക്ഷിക്കുന്നത് ഗവർണർമാർ ആർട്ടിക്കിൾ 200 എന്ത് പറയുന്നുണ്ട്? ഗവർണർമാർ ആസ് സൂൺ ആസ് പോസിബിൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ബില്ല് കൃത്യമായി പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. എന്താ പോക്കറ്റ് വീറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പോക്കറ്റിലിട്ട് ഇങ്ങനെ നടക്കാം. അതായത് എന്താണ് പോക്കറ്റ് വീറ്റോന്റെ അർത്ഥം? എന്താണ്? തീരുമാനം ഉടനെ എടുക്കേണ്ടതില്ല. ഇപ്പൊ അമേരിക്കയുടെ USA ഒരു ഉദാഹരണം നമ്മൾ പറയാറുണ്ട്, അല്ലെ? USA 14 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ 14 ദിവസം കൊണ്ട് എന്നുള്ളൊരു ടൈം ലൈൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പോക്കറ്റ് USA പ്രസിഡന്റിനേക്കാളും ആഴമേറിയതാണ് എന്ന് തമാശ രീതിയിൽ പറയാറുണ്ട് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ടൈം ലൈൻ ഇല്ലാത്ത കാരണം പലപ്പോഴും എന്ത് ചെയ്യും? ഈ പോക്കറ്റ് വീറ്റോ ഉപയോഗിക്കും. ഒരു തീരുമാനം എടുക്കില്ല, വേണ്ടാന്നും വെക്കില്ല, ഓക്കെ എന്നും പറയില്ല, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ശരിയല്ല, ഇത് നാച്ചുറൽ ജസ്റ്റിസിനെതിരാണ്. ഇതിൽ എന്ത് ഇടപെടേണ്ടതുണ്ട്? ആർട്ടിക്കിൾ 142 ഉപയോഗിച്ച് കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ടൈം ലൈൻ തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഇത് പാർലമെന്റ് തീരുമാനിക്കേണ്ടതായിരുന്നു ഓൾറെഡി എന്നാണ് കോടതി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവർ ചെയ്യാത്ത കാരണം ഞങ്ങൾ ഇതാ ഇടപെടുന്നു എന്നാണ് സുപ്രീം കോടതി ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ആർട്ടിക്കിൾ 200 ആസ് സൂൺ ആസ് പോസിബിൾ എന്ത് ചെയ്യണം? തീരുമാനം എടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ടേം എന്തായിട്ട് എടുക്കണം? വേഗത്തിൽ തീരുമാനമെടുക്കണം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അല്ലാണ്ട് ആസ് സൂൺ ആസ് പോസിബിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇത്ര ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും തീരുമാനമെടുക്കാം എന്നല്ല ഈ ആസ് സൂൺ ആസ് പോസിബിളിനെ നമ്മൾ എടുക്കേണ്ടത്. വേഗം തീരുമാനം എടുക്കണം എന്നതായിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യേണ്ടത്? ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കേണ്ടത് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. അപ്പൊ കോടതി കൊടുത്ത ടൈം ലൈനുകൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് എന്ത് ചെയ്യുക? നോക്കുക. ആദ്യത്തെ നിരീക്ഷണങ്ങൾ നോക്കൂ നിങ്ങൾ എന്തൊക്കെയാണെന്ന്. ഗവർണർ cannot send the bill to president once it is represented by the assembly. അതായത് ഗവർണർ എന്ത് ചെയ്യുകയാണ്? ഗവർണറുടെ അടുത്തേക്ക് ഒരു ബില്ല് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗവർണർ അത് പരിശോധിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അത് തള്ളിക്കളയുന്നു എന്ന് വിചാരിക്കൂ. ഗവർണർ എന്ത് ചെയ്യുകയാണ്? തള്ളിക്കളയുകയാണെന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ ഗവർണർ എന്ത് ചെയ്യുന്നു? ഇത് പറ്റില്ല അതുകൊണ്ട് തിരിച്ചയക്കുകയാണെന്ന് വിചാരിക്കൂ. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇപ്പൊ തമിഴ്നാട് ചെയ്തൊരു കാര്യമാണ്. കുറെ ബില്ലുകൾ ഗവർണർ എന്ത് ചെയ്തു? അത് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്തു? ഇതേ ബില്ലുകൾ എന്ത് ചെയ്തു? വീണ്ടും ഇങ്ങോട്ട് സമർപ്പിച്ചു. റിട്ടേൺ ചെയ്ത ബില്ലുകളുണ്ട് വിചാരിക്കൂ. അതെന്ത് ചെയ്യുകയാണ്? അത് തിരിച്ചെന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു. റീപ്രസന്റ് ചെയ്യുന്നു, പിന്നെയും സമർപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് ഗവർണർ ഈ ബില്ല് ആദ്യം പ്രസിഡന്റിന് അയക്കുകയല്ല ചെയ്തത്, പകരം എന്ത് ചെയ്തു? അത് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തതെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തതെന്ന് വിചാരിക്കൂ. എന്ത് ചെയ്യുകയാണ്? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈ ബില്ല് വീണ്ടും സമർപ്പിച്ചാൽ ആ ബില്ല് പ്രസിഡന്റിലേക്ക് ഗവർണർ അയക്കാൻ പറ്റില്ല. ഇങ്ങനെ തമിഴ്നാടു ഗവർണർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഈ നടപടി എന്ന് ആര് നിരീക്ഷിച്ചത്? സുപ്രീം കോടതി നിരീക്ഷിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്, തമിഴ്നാടിന്റെ സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വെൻ ദ ബിൽ ഈസ് സെന്റ് വിത്തൗട്ട് എനി ചേഞ്ചസ്, ഒരു ബില്ല് എന്ത് ചെയ്യുകയാണ്? ഗവർണർ അതിന്റെ മുകളിൽ എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്, പറ്റില്ല എന്ന തീരുമാനമാണ് എടുത്തത്, അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ബില്ല് കാര്യമായിട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊന്നും വരുത്താതെ വിത്തൗട്ട് എനി ചേഞ്ചസ് ആ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വീണ്ടും തിരിച്ചയച്ചാൽ ഗവർണർ മസ്റ്റ് അസെന്റ് ടു ഇറ്റ്, ഗവർണർ അംഗീകരിച്ചിരിക്കണം എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. ഇങ്ങനെ കൃത്യമായിട്ട് അംഗീകരിച്ചിരിക്കണം എന്ന് നേരത്തെ ഉണ്ടായിരുന്നില്ല. ഗവർണർക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ചില അധികാരങ്ങൾ എന്ന് വെയ്ഗായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് പല രീതിയിൽ വ്യാഖ്യാനിച്ച് ഗവർണർ അത് പലപ്പോഴും ഒരുപാട് സമയം ഇങ്ങനെ അതിന്റെ മുകളിൽ ഇരിക്കുമായിരുന്നു പലപ്പോഴും. കാരണം സെൻട്രൽ ഗവൺമെന്റിന്
സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ മുകളിൽ പ്രഷർ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഈ ഗവർണറെ കൊണ്ടുള്ള ബില്ലുകളുടെ മുകളിൽ തീരുമാനമെടുക്കാണ്ടുള്ള ഈ ഇരിപ്പ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നീട് എന്ത് ചെയ്യും? ഈ ബില്ലുകൾ പാസ്സാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സെൻട്രൽ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ഇത് ഞാൻ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ മാത്രം പറയല്ല, പണ്ട് കാലം മുതലേ ഈ ഒരു രീതി ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ സുപ്രീം കോടതി ഇതിൽ ഇടപെട്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് പറയുകയാണ്? ഗവർണർ കനോട്ട് സെൻഡ് ദ ബിൽ ടു പ്രസിഡന്റ് വൺസ് ഇറ്റ് ഈസ് റീപ്രസെന്റഡ് ബൈ ദ അസംബ്ലി. അസംബ്ലി ഒരു ബില്ല് ചേഞ്ചുകളൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യുകയാണ്? വീണ്ടും ഗവർണർക്ക് തിരിച്ചയച്ചു കഴിഞ്ഞാൽ, റിട്ടേൺ ചെയ്താൽ, റീപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, എഗെയിൻ അതേ ബില്ല് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവർണർക്ക് ഓക്കെ, ഗവർണർ ഒരു തവണ എന്ത് ചെയ്തു? ഈ ബില്ലിന്റെ മുകളിൽ എന്ത് ചെയ്തു? പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ത്? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ. ഗവർണർ എന്താണ്? ഒരു എക്സിക്യൂട്ടീവ് അധികാരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് നിയമിക്കപ്പെട്ട സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റ് ഒരു തീരുമാനം വീണ്ടും എടുക്കുമ്പോൾ അത് ജനങ്ങളുടെ തീരുമാനമാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഒരു തവണ കൂടി ഇതേപോലെ റീപ്രസെന്റ് ചെയ്തിട്ട് ഒരു തീരുമാനം എഗെയിൻ ചേഞ്ചുകൾ ഇല്ലാണ്ട് അതേ ബില്ല് വരുമ്പോൾ ഗവർണർ മസ്റ്റ് അസെന്റ് ടു ഇറ്റ്. ഗവർണർ അത് അംഗീകരിക്കണം എന്നാണ് ആര് പറയുന്നത്? സുപ്രീം കോടതി ഇവിടെ പറയുന്നത്. ഇത് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമായിരുന്നു. ഇനി രണ്ടാമത്തെ ഗവർണറോട് പറയുകയാണ്, ഗവർണർ എല്ലായ്പ്പോഴും ഗവർണർ മസ്റ്റ് ആക്ട് ഓൺ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന ഗവൺമെന്റിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ അല്ലാണ്ട് ഗവർണർക്ക് പ്രവർത്തിക്കാനുള്ള എക്സെപ്ഷൻ ഒരു സമയത്താണ്. എപ്പോഴാണത്? The exception is when such bills, ചില ബില്ലുകൾ when it is affecting the powers of High Court or Supreme Court, സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ അധികാരങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ചില ബില്ലുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കൂ. അത്തരം സമയങ്ങളിൽ വേണമെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം? അത്തരം ബില്ലുകളിൽ കൂടുതൽ പരിഗണന വേണമെന്ന് പറഞ്ഞിട്ട് ഇടപെടാൻ പറ്റും. അല്ലാതെ സാധാരണ സമയങ്ങളിൽ, അതായത് ഇൻ ഷോർട്ട് പറയുമ്പോൾ ഫെഡറൽ നേച്ചറിനെ, ജുഡീഷ്യറിയെ, അതിനെയെല്ലാം ബാധിക്കുന്ന രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്ന ചില തീരുമാനങ്ങൾ വരികയാണ്, അതിന്റെ മുകളിൽ ഒന്നുകൂടി പരിഗണന വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഗവർണർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഇത്തരം ബില്ലുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിസർവ് ചെയ്യാനും അല്ലെങ്കിൽ എതിരായിട്ടുള്ള നടപടികൾ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് കോടതി പറയുന്നത്. അല്ലാതെ എല്ലാ ബില്ലുകളും ഗവർണർ ഇങ്ങനെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഗവർണർ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്ന് സുപ്രീം കോടതി ഇവിടെ നിരീക്ഷിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു ടൈം ലൈൻ, പല ടൈം ലൈനുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ആ ടൈം ലൈൻ പ്രൊവൈഡ് ചെയ്തത് കൃത്യമായി പാലിക്കുന്നില്ല, അത് ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകേണ്ടി വരുമെന്ന് കോടതി പറയുകയാണ്. അതായത് ഇപ്പോൾ തൊട്ടടുത്ത സ്ലൈഡിൽ നമ്മൾ ചില ടൈം ലൈൻ കാണും. ഇപ്പൊ 3 മാസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഗവർണറോ അല്ലെങ്കിൽ പ്രസിഡന്റോ ഈ ടൈം ലൈന് ഫെയിൽ ആവുകയാണെന്ന് വിചാരിക്കൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യാം? സ്റ്റേറ്റ് ഗവൺമെന്റിന് സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതി എന്ത് ചെയ്യും? ജുഡീഷ്യൽ റിവ്യൂ നടത്തും. 3 മാസത്തിനുള്ളിൽ ഇത് അംഗീകരിക്കാതിരിക്കാൻ എന്തായിരുന്നു കാരണമെന്ന് നോക്കും. വാലിഡ് ആയിട്ടുള്ള കാരണം ഇല്ലെന്ന് കണ്ടാൽ ജുഡീഷ്യൽ റിവ്യൂ അനുസരിച്ച് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം? ആ ബില്ല് പാസ്സായതായിട്ട് പ്രഖ്യാപിക്കാം. ഇപ്പോൾ നിലവിൽ തമിഴ്നാടിന്റെ 10 ബില്ലുകൾ ഈ രീതിയിൽ എന്ത് ചെയ്തു? സുപ്രീം കോടതി എന്ത് ചെയ്തു? ഗവർണർ പാസ്സാക്കാണ്ട് വെച്ചിരുന്നത് പാസ്സാക്കി. മനസ്സിലാവുന്നുണ്ടോ? അത് പ്രസിഡന്റിന്റെ റിസർവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? വലിയ പ്രശ്നങ്ങളായിട്ട് ഇത് വന്നപ്പോൾ അവസാനം, അതായത് ആദ്യം ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇത് പാസ്സാക്കിയിരുന്നു, എന്നിട്ട് അത് പറ്റില്ലെന്ന് പറഞ്ഞു, അത് റീപ്രസെന്റ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ റീപ്രസെന്റ് ചെയ്തു. അതേ ബില്ല് എന്ത് ചെയ്തു? വീണ്ടും അസംബ്ലി റീപ്രസെന്റ് ചെയ്തപ്പോൾ ഗവർണർ അത് പ്രസിഡന്റിന്റെ അടുത്തേക്ക് എന്ത് റിസർവ് ചെയ്തു. അപ്പൊ ആദ്യമേ ഇത് പ്രസിഡന്റ് റിസർവ് ചെയ്തിരുന്നില്ല. പിന്നെയും അതേ ബില്ലിൽ പ്രശ്നങ്ങളൊന്നും എന്താ പറയുക ഒന്നുമില്ല, അതേ ബില്ല് തന്നെ വീണ്ടും വന്നപ്പോൾ എന്നിട്ട് പ്രസിഡന്റിനത് എന്താണ് അത് അയച്ചു. അത് വെറുതെ സമയം വൈകിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന രീതിയിലാണ് സുപ്രീം കോടതി ഇതിനെ കണ്ടത്. അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സുപ്രീം കോടതി പ്രത്യേകം അവിടെ നിരീക്ഷിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടൈം ലൈനുകൾ കൊടുത്തു. ഇത്ര സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള ടൈം ലൈനുകൾ കൊടുക്കുകയാണ്. ടൈം ലൈൻ നമ്മൾ ഉടനെ കാണും. ഈ ടൈം ലൈനുകൾ പാലിക്കാണ്ട് ഫെയിൽ ആയാൽ ഉടനെ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. അത് ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് പരിഗണിച്ചിട്ട് എന്ത് ചെയ്യും? ആ കാര്യങ്ങൾ കോടതി എന്ത് ചെയ്യും? നേരിട്ട് തീരുമാനിക്കുമെന്നാണ് പിന്നീട് പറഞ്ഞിട്ടുള്ള ഒരു നിരീക്ഷണം. അപ്പോൾ ഈ 3 നിരീക്ഷണങ്ങളും വളരെയധികം എന്താ പറയുക ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നിരീക്ഷണങ്ങളാണ്. ഇനി നോക്കൂ, ടൈം ലൈൻ ഫോർ ഗവർണർ ഓൺ ബിൽസ്. എന്താണ് ടൈം ലൈൻ? എന്തൊക്കെ ടൈം ലൈനുകളാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. വിത്ത്ഹോൾഡിംഗ് ദ അസെന്റ് അല്ലെങ്കിൽ റിസർവിംഗ് എ ബിൽ ഫോർ ദ പ്രസിഡന്റ്. ഇത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അനുവാദത്തോടു കൂടിയിട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത്
കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭ തന്നെ പറയുകയാണ് എന്താണ്, ഈ ബില്ല് നമുക്കിനി വേണ്ട. അതായത് സംസ്ഥാന നിയമസഭ എന്താണ് ഒരു ബില്ല് പാസ്സാക്കി, പക്ഷേ അവസാനം പിന്നീട് പരിഗണിച്ചപ്പോൾ തോന്നി ആ ബില്ല് വേണ്ടെന്ന് തോന്നി. എന്നിട്ട് എന്താണ് വിത്ത് ചെയ്തു, അത് ബില്ല് വേണ്ട, വിത്ത് ചെയ്യാം, അവസാനിപ്പിക്കാൻ തോന്നുകയാണ്. അല്ലെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ഇത് റിസർവ് ചെയ്യാം. ഇത് കുറച്ച് എന്താണ് ഇത്തിരി ട്രിക്കി ആയിട്ടുള്ള, ഇപ്പോൾ എന്താ പറയുക, ജല്ലിക്കെട്ട് ഇഷ്യൂ ഉണ്ടായി അല്ലേ. അപ്പൊ ജല്ലിക്കെട്ട് ഇഷ്യൂ എന്താണ്, സംസ്ഥാന സർക്കാർ തീരുമാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും ചിലപ്പോൾ. കാരണം ജല്ലിക്കെട്ട് നടത്തിയാൽ സുപ്രീം കോടതി ചെവിക്ക് പിടിക്കും, ജല്ലിക്കെട്ട് നടത്തിയില്ലെങ്കിൽ എന്തായിരിക്കും, തമിഴ്നാട്ടിൽ ഭയങ്കര പ്രശ്നമാകും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യും, അത് പ്രസിഡന്റിന്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വിടും ചിലപ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു അനുവാദത്തോടു കൂടിയിട്ട് ആ ബില്ല് വേണ്ടെന്ന് വെക്കുകയോ പ്രസിഡന്റിന് റിസർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 1 മാസത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ആ കാര്യം ചെയ്യണം. ഇതാണ് ഈ ടൈം ലൈൻ. ഇനി ഗവർണർ എന്ത് ചെയ്യുകയാണ്, ഒരു ബില്ല് റിട്ടേൺ ചെയ്യുകയാണ് വിത്ത് റെക്കമെൻഡേഷൻ. നോക്കൂ, ഇന്ന മാറ്റങ്ങൾ നിങ്ങൾ അതിൽ വരുത്തണം എന്ന റെക്കമെൻഡേഷനോട് കൂടിയിട്ട് ഒരു ബില്ല് റിട്ടേൺ ചെയ്യാനാണ് ഗവർണറുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ ഗവർണർ എന്ത് ചെയ്യണം, ആ കാര്യം ചെയ്യണം. അതിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ കാര്യം മനസ്സിലായല്ലോ. ഇത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സമ്മതത്തോടു കൂടിയാണ്. ഇനി വരാൻ പോകുന്നതൊക്കെ എന്താണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സമ്മതത്തോടു കൂടിയല്ല, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നിർദ്ദേശത്തോടുകൂടി അല്ലാണ്ട് ഗവർണർ തീരുമാനിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ബില്ല് റിട്ടേൺ ചെയ്യാൻ തീരുമാനിക്കുകയാണ് വിത്ത് സം റെക്കമെൻഡേഷൻ. നിങ്ങൾ ഇന്ന മാറ്റം വരുത്തണം, അല്ലാണ്ട് ഞാനിത് അംഗീകരിക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഗവർണർ അത് ചെയ്യണം. ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അംഗീകാരം ഇല്ലാണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് പറയുന്നു, അവരുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രകാരം ഈ ബില്ല് പാസ്സാക്കിക്കോളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഗവർണർക്ക് അതിന് താല്പര്യമില്ല, ഇപ്പൊ തമിഴ്നാട്ടിൽ സംഭവിച്ച പോലെ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, റിസർവ് ചെയ്യുകയാണ് ഈ ബില്ല് ആർക്ക് വേണ്ടിയിട്ട്, പ്രസിഡന്റിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ ആ തീരുമാനം എടുത്തിട്ട് അത് റിസർവ് ചെയ്തിരിക്കണം. കുറേ കാലം വെച്ചുകൊണ്ടിരുന്നിട്ട് റിട്ടേൺ ചെയ്ത് വീണ്ടും ആ ബില്ല് കിട്ടിയിട്ട് പിന്നെ പ്രസിഡന്റിന് കൊടുക്കാല് എന്ന് നടക്കില്ല. അതായത് ബില്ല് ഗവർണറുടെ അടുത്ത് കിട്ടി, അത് തിരിച്ച് എന്താണ് പറ്റില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് തിരിച്ചയച്ചു, ഇവർ അത് വീണ്ടും ആ ബില്ല് തിരിച്ചയച്ചു. എന്നിട്ട് ഇനി ഞാൻ എന്ത് ചെയ്തേക്കാം, ഇന്ന് കുറച്ചുകൂടി വേഗിക്കാൻ വേണ്ടി ഇനി പ്രസിഡന്റ് കൊടുത്തേക്കാം. ഇത് പറ്റില്ല എന്ന് എന്ത് ചെയ്തു, സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രസിഡന്റിന് റിസർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബില്ല് കിട്ടിയിട്ട് 3 മാസത്തിനുള്ളിൽ തീരുമാനിക്കുക പ്രസിഡന്റ് റിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ റിസർവ് ചെയ്തുകൊള്ളുക. മനസ്സിലാവുന്നുണ്ടോ? 3 മാസത്തിനുള്ള ആ തീരുമാനം എടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഗ്രാൻഡിങ് അസെന്റ് ടു റീപ്രസെന്റഡ് ബിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബില്ല് എന്ത് ചെയ്തു, പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിട്ടേൺ ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ആ ബില്ല് പറ്റില്ലെന്ന് വെച്ചാൽ തള്ളി. ആ ബില്ല് എന്ത് ചെയ്തു, അതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്യുന്നു, അത് പാസ്സാക്കിയിട്ട് വീണ്ടും അയക്കുകയാണ്, റീപ്രസെന്റ് ചെയ്യുകയാണ് ഗവർണറുടെ അടുത്ത്. അതിന് അസെന്റ് കൊടുത്തിരിക്കണം വിത്തിൻ 1 മന്ത്. 1 മാസത്തിനുള്ളിൽ അസെന്റ് കൊടുക്കണം. അതിന് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. കാരണം ഗവർണർ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അനുസരിച്ചേ ഗവർണർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വെറുതെ സമയം വെച്ച് വേഗിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി ഇനി നടക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്യണം, പറയുകയാണ്. ഒരു ടൈം ലൈൻ ഗവർണർക്ക് കൊടുക്കുകയാണ് ഇതിലൂടെ മൊത്തം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഗവർണർക്ക് പുറമെ ഈ വിധി വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസിഡന്റിനോടും സുപ്രീം കോടതി ഒരു കാര്യം പറയുന്നുണ്ട്. പ്രസിഡന്റ് should decide on a bill that was reserved by the governor within 3 months time period. ഗവർണർ ഇങ്ങനെ റിസർവ് ചെയ്തിട്ട് വന്ന ഒരു ബില്ലിന്റെ മുകളില് പ്രസിഡന്റ് കുറേ കാലം ഇരിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ആർട്ടിക്കിൾ 201 പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് അംഗീകരിക്കാം, വിത്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാലും അംഗീകരിക്കണം നിർബന്ധമില്ല. പക്ഷെ എന്ത് ചെയ്യണം, പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്കണം. ഒന്നിലും അംഗീകരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പറ്റില്ലെന്ന് പറയണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ഒരു തീരുമാനം എടുക്കാണ്ട് വെറുതെ അതിന് മുകളിൽ ഇരിക്കാൻ പറ്റില്ല. വിത്തിൻ 3 മന്ത്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായിട്ട് ഒരു ഡിസിഷൻ പ്രസിഡന്റ് ഷുഡ് ഡിസൈഡ്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒരു ഡിസിഷൻ വരണം. ബിയോണ്ട് ദിസ് പീരിയഡ് അപ്രോപ്രിയേറ്റ് റീസൺ ഈസ് ടു ബി കൺവേഡ്. ഈ 3 മാസം കഴിഞ്ഞിട്ടും തീരുമാനം എടുത്തില്ലെങ്കിൽ അതിന് കാരണം എന്താണ് എന്ന് കൃത്യമായിട്ട് പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി എന്ത് ചെയ്യും, ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് അതിൽ ഇടപെടും, തീരുമാനം എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ നമ്മൾ കണ്ടിരുന്നു അണ്ടർ ആർട്ടിക്കിൾ 201 പ്രകാരം there is no time frame has been set for presidential decision. അതാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇടപെട്ടിട്ട് മാറ്റിയിരിക്കുന്നത്. മനസ്സിലായത് നമുക്ക്? കൃത്യമാണല്ലോ, സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇനി നോക്കൂ, സിനാരിയോ വളരെ ചുരുക്കിയിട്ട് നിങ്ങളോട് ഒന്നുകൂടി പറയുകയാണ്.
3 സിനാരിയോ ആയിട്ട് മൊത്തം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കൃത്യമായിട്ട് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. നോക്കൂ, മാക്സിമം ടൈം അലോഡ് ആണ് സുപ്രീം കോടതി പരമാവധി സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സമയങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ സിനാരിയോകളാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, വിത്ത്ഹോൾഡ് അസെന്റ് ഓർ റിസർവ് ഫോർ പ്രസിഡന്റ്. ഒരു ബില്ല് വരുന്നു, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് പ്രകാരം ഒന്നില്ലെങ്കിൽ ആ ബില്ല് വിത്ത്ഹോൾഡ് ചെയ്ത് അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പ്രസിഡന്റിന്റെ അസെന്റിന് വേണ്ടിയിട്ട് അത് റിസർവ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും, അത് ഇവിടെ പ്രധാന പ്രത്യേകത എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എയ്ഡ് ആൻഡ് അഡ്വൈസ് അനുസരിച്ചാണ് ഇത് രണ്ടും ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് 1 മാസത്തിനുള്ളിൽ ഈ പരിപാടി ചെയ്യണം. ഇനി ഇല്ല, ഇനി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ വിത്തൗട്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അഡ്വൈസ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് ഇല്ലാണ്ട് ആ ബില്ല് വിത്ത്ഹോൾഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, മസ്റ്റ് റിട്ടേൺ ദ ബിൽ വിത്തിൻ 3 months. അതായത് ഇത് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇത് പാസ്സാക്കിക്കോളാൻ പറഞ്ഞു, പക്ഷേ എനിക്കത് താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അത് ഡിസിഷൻ എടുത്തിരിക്കണം. ഇനി ദിസ് ബിൽ, ഒരു ബില്ല് എന്ത് ചെയ്യുകയാണ്, ഇറ്റ് ഈസ് റീപാസ്ഡ്, നേരത്തെ റീപ്രസെന്റ് എന്ന് പറഞ്ഞില്ലേ, റീപാസ്ഡ് ബൈ ദ അസംബ്ലി. അതായത് സെക്കൻഡ് ടൈം അസംബ്ലി എന്ത് ചെയ്യണം, അതേ ബില്ല് മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് വീണ്ടും പാസ്സാക്കുകയാണെന്ന് വിചാരിക്കൂ. ദെൻ ഗവർണർ മസ്റ്റ് ഗീവ് അസെന്റ് വിത്തിൻ 1 month. 1 മാസത്തിനുള്ളിൽ ഗവർണർ അതിന് അംഗീകാരം കൊടുത്തിരിക്കണം. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഈ രീതിയിലുള്ള വളരെ കൃത്യമായി നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൽ ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു എന്താണ് വന്നത്, തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വരുന്ന എക്സാമുകളിൽ എല്ലാത്തിലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരുപാട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന, പാർലമെന്റ് തലത്തിൽ ഇനി പുതിയ നിയമങ്ങൾ പോലും എന്താണ് ഇതിനെ മറികടക്കാനായിട്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, ടൈം ലൈൻ മനസ്സിലാക്കുക. വീറ്റോ പവർ അധികാരങ്ങൾ പ്രസിഡന്റിന്റെയും ഗവർണറുടെയും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും നേരം കേട്ടിരുന്നതിന് വളരെയധികം നന്ദി.